ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കാരണം പ്രത്യേകിച്ചൊന്നുമല്ല, എൻ്റെ കോളേജിൽ എക്സാമും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം ഇന്നിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം വരെ പോകാമെന്ന് ഫ്രണ്ട്സായിട്ടൊന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ സാഞ്ചോ ഉണ്ട്, പിന്നെ നിഖിലുണ്ട്. നിഖിലിപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. ഞങ്ങളിപ്പോൾ ഉള്ളത് റാന്നിയിലാണ്, റാന്നി ബസ് സ്റ്റാൻഡിലാണ്. ഞങ്ങൾ നിഖിലിനെ വിളിച്ചപ്പം നിഖിൽ ഒരു ഹാഫ് ആൻ അവർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നിഖിൽ ലേറ്റ് ആയതല്ല, ഞാൻ സഞ്ജയ് നേരത്തെ വന്നതാണ്. നല്ല ചൂടായതുകൊണ്ട് ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള ഒരു കടയിൽ നിന്ന് തന്നെ ഞങ്ങൾ നാരങ്ങാവെള്ളമൊക്കെ കുടിച്ച് നിഖിലിനെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ നിഖിൽ വന്നിട്ടുണ്ട്. നിഖിലിന്റെ വണ്ടിയിലാണ് നമ്മൾ തിരുവനന്തപുരത്ത് പോകുന്നത്. ഇതാണ് ജഡായു പാറ. നമ്മുടെ ബഡ്ജറ്റിൽ അത് വരാത്തത് കൊണ്ട് നമ്മൾ പോകുന്നില്ല. ഗൈസ്, നമുക്ക് എസ്കോർട്ട് ഉണ്ട്. മഹാരാഷ്ട്ര പോലീസിന്റെ ആണ് കേട്ടോ. കഴിഞ്ഞ തവണ കേരള പോലീസ് ആയിരുന്നു, ഈ തവണ മഹാരാഷ്ട്ര പോലീസ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ചുമ്മാതെ പോകുന്നതല്ല, ഒരു റീല് കണ്ടിട്ട് ഒരു കാര്യം കഴിക്കാൻ പോയതാണ്. എന്തുവാ കഴിക്കാൻ പോയ കാര്യം എന്നൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. എന്തുവായാലും തിരുവനന്തപുരം വരെ പെട്രോൾ അടിച്ച് പോവുക. അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് കഴിക്കാൻ മാത്രം ആക്കണ്ട, ജസ്റ്റ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് പോലെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കി ഞങ്ങൾ തിരുവനന്തപുരത്തിന്റെ മേജർ കുറേ അട്രാക്ഷൻസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും പോകാൻ പറ്റത്തില്ലെങ്കിലും തന്നെ ഞങ്ങൾ ഇച്ചിരി സ്ഥലം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഹൗസ്, ബീച്ച്, ലുലു മോള്, പിന്നെ ലുലു മോളിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടൈറ്റാനിക്കിന്റെ എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അവിടെയും പ്ലാൻ ചെയ്തായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ തന്നെ ഏകദേശം വൈകിട്ടായി, ഏകദേശം ഉച്ചയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ലൈറ്റ് ഹൗസ് അടയ്ക്കുന്നതിന് മുന്നേ ലൈറ്റ് ഹൗസ് കയറി കണ്ട് അവിടുന്ന് ബീച്ച് ഇറങ്ങി കണ്ടിട്ട് തിരിച്ച് ലുലുമാളിലും വന്നിട്ട് തിരിച്ച് ഫുഡ് സ്പോട്ട് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ വീഞ്ഞം ലൈറ്റ് ഹൗസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് വരുന്നത് 20 രൂപയാണ്. പാർക്കിങ്ങും അതേ കൂട്ട് തന്നെ 20 രൂപ. പിന്നെ വീഡിയോ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് 10 രൂപയും കൊടുക്കണം. വെളിയിൽ നിന്ന് ഇതിന്റെ ഹൈറ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കയറാൻ മടിയായി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ സ്റ്റെപ്പ് മൊത്തം വലിഞ്ഞു കയറണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അകത്തോട്ട് കയറി വന്നപ്പം അതിനകത്ത് വെയിറ്റ് ടു ലിഫ്റ്റ് എന്ന് കണ്ടു. അപ്പോൾ മനസ്സിലായി ഇതിനകത്ത് ലിഫ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇച്ചിരി സമാധാനമൊക്കെ ആയി, ഇത്ര സ്റ്റെപ്പ് വലിഞ്ഞു കയറണ്ടല്ലോ. അപ്പൊ ഗൈസ്, നമ്മൾ വീണ്ടും ലൈറ്റ് ഹൗസിന്റെ ലിഫ്റ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പിൽ വന്നിട്ട് നമുക്ക് ടോപ്പിലെ വ്യൂ ഒക്കെ, മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ കാണാം. നമ്മൾ ലിഫ്റ്റ് കയറി വന്നാലും മുകളിൽ വരെ ലിഫ്റ്റ് എത്തത്തില്ല. ഒരു 2 ഫ്ലോർ നമ്മൾ നടന്ന് കയറേണ്ട തന്നെ വരും. ഗൈസ്, ഇത് രേണിയാണ് ഗൈസ്. താഴെ ഞാനും സാഞ്ചോയും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. നിഖിൽ നേരത്തെ വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ കയറി നിന്നൊരു ലുക്കുണ്ട്, അതിമനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് തന്നെയാണ്. ഇതുവരെ ആരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളത് കഴിഞ്ഞ് ബീച്ച് വരെ വന്നാണ് കൈ അടിച്ചു വിളിക്കാൻ.
ബീച്ചിലും നല്ല ചൂടായിരുന്നു ഗൈസ്. പിന്നെ അത്യാവശ്യം കാറ്റുള്ളതുകൊണ്ടൊന്നും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ച് ചെറിയ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഗൈസ് നമ്മൾ കയറി ലൈറ്റ് ഹൗസ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ഗൈസ് ഇതാണ് തിരുവനന്തപുരത്തെ ടൈറ്റാനിക്. ഇത് ലുലു മോളിന് അടുത്തായിട്ടുള്ള വേൾഡ് മാർക്കറ്റ് റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ട് വളരെ പ്രതീക്ഷയോടാണ് ഈ ടൈറ്റാനിക്കിന്റെ എക്സിബിഷൻ കാണാൻ പോയത്. പക്ഷെങ്കിൽ ഞങ്ങൾ ചെന്ന സമയം ഇതിന്റെ പണി പൂർത്തിയായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ സാധിച്ചില്ല. അങ്ങനെ നമ്മൾ ലുലു എത്തിയിരിക്കുന്നു ഗൈസ്. ഗൈസ് ഞങ്ങൾ ലുലു വരെ വലിയ ട്രാഫിക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതാണ് വന്നത്. പക്ഷെ ലുലുവിന്റെ കോമ്പൗണ്ടിൽ കയറിയ പിന്നെ നല്ല പാർക്കിങ്ങിന് വേണ്ടി നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 5ാമത്തെ ഫ്ലോറിലാണ് പാർക്കിംഗ് കിട്ടിയത്. അങ്ങനെ വണ്ടി ഞങ്ങൾ 5ാമത്തെ നിലയിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ 5ാമത്തെ ഫ്ലോറിൽ നിന്നുള്ള എൻട്രൻസിൽ നിന്ന് ലുലുവിലേക്ക് കയറുകയാണ്. എവിടെ കൂപ്പൺ കിട്ടുമോ? അതെങ്ങനെ? 69 രൂപയ്ക്ക് ബർഗറും കോക്കൂട. ശരിക്കും ഗൈസ് ഞങ്ങൾ മുകളിൽ കയറി ആദ്യം പ്ലാൻ ചെയ്ത ഒരു സിനിമ കാണാൻ വേണ്ടിയായിരുന്നു. ബട്ട് ഞങ്ങൾ വരുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗൈസ് ചുമ്മാതെ കയറിയതാണ് ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെ വന്നാൽ സമയം പോകുന്ന അറിയത്തില്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ ഷോപ്പിലൊക്കെ കയറി നടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന സമയം റംദാൻ്റെ ആയതുകൊണ്ട് ഇവിടെ റംദാൻ്റെ കുറേ ഷോയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ടായിരുന്നു. ആ ഷോ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഫുഡും കൊണ്ട് നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. തുറന്നു വില കാണിക്കടാ. എന്റെ കൈസ് നമ്മുടെ മണ്ടക്കൂട്ട് ഒരു കൊച്ചു പോകുന്നു. കൊച്ചു എന്തെങ്കിലും താഴേക്ക് അറിയാൻ പറ്റിയെടുത്തു. അപ്പൊ ഗൈസ് നമ്മൾ ലുലു മൾ വീടുകയാണ്. സീറ്റ് ബെൽറ്റ് ഇടുക, സേഫ്റ്റി ഫസ്റ്റ്. വെയർ യുവർ സീറ്റ് ബെൽറ്റ്സ്. ഗൈസ് അങ്ങനെ നമ്മൾ ലുലു മോളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ശരിക്കുമുള്ള ഡെസ്റ്റിനേഷൻ. നമ്മൾ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നു എന്നുള്ളതാണ്. ഇത് കുറേ കറങ്ങണം ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് കുറേ കറങ്ങിയാണ് വന്നത്. 4 നില 5ാമത്തെ നിലയിലായിരുന്നു ഗൈസ് നമ്മുടെ പാർക്കിംഗ്.
സാധനം മേടിച്ച ബില്ലുണ്ടെങ്കിലും പൈസ അറിയിക്കണം. ചുമ്മാ ചോദിച്ചാ എനിക്കറിയാം. എന്നാലും അല്ല, റൂള് പ്രകാരം അങ്ങനെ പാടില്ല എന്നല്ലേ? താങ്ക് യു. ചേച്ചിക്ക് ഇപ്പോഴാ വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. ഗൈസ്, അങ്ങനെ ഒഫീഷ്യലായിട്ട് ലുലു മോളിന്റെ എക്സിറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. 1000 രൂപയ്ക്ക് വേണ്ട സാധനം മേടിച്ചാൽ പോലും പാർക്കിംഗ് ഫീ കൊടുക്കണം, 30 രൂപ. ഗൈസ്, തിരുവനന്തപുരം ലുലുവിന്റെ ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒരു ഫുഡ് സ്ട്രീറ്റ് ആയത്, ലിറ്ററലി ഒരു ഫുഡ് സ്ട്രീറ്റ്. ഏത് കടയാണെന്ന് അറിയില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ നടക്കുക. ഗൈസ്, നിങ്ങൾ ഇത്ര നേരം ചിന്തിച്ച് കാണും ഞങ്ങൾ എന്ത് ഡിഷ് കഴിക്കാനാണ് ഇത്രയും ദൂരം വന്നതെന്ന്. വേറൊന്നുമല്ല, ലണ്ടനിലൊക്കെ ഫേമസ് ആയ ചോക്ലേറ്റ് സ്ട്രോബെറിയാണ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഇച്ചിരി നേരം ക്യൂലൊക്കെ നിന്നിട്ടാണ് ഞങ്ങൾക്ക് സാധനം കിട്ടിയത്. ഞങ്ങൾക്ക് ഒരു കപ്പിന് 120 റുപ്പീസിനാണ് ഇത് കിട്ടിയത്. ഗൈസ്, ഞങ്ങളൊരു റീൽ കണ്ടിട്ടാണ് ഇവിടെ പോയത്. ഇവർ ടെമ്പററി ആയിട്ട് തുടങ്ങിയ ഒരു ഷോപ്പാണ്. 1 വീക്ക് മാത്രമേ ഉള്ളായിരുന്നു. April 6 വരെ ഉള്ളായിരുന്നു. ഞങ്ങൾ പോയതും ഇതിന്റെ ലാസ്റ്റ് ഡേ തന്നെ ആയിരുന്നു. ഗൈസ്, ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഞങ്ങൾ തിരുവനന്തപുരം വരെ വന്നത്. കഴിച്ചിട്ട് പറയാം വെറുത്താണോ അല്ലയോ എന്ന്. സാധനം കൊള്ളാം ഗൈസ്. സ്ട്രോബെറിക്ക് നല്ല പുളിയുണ്ട്. ബാക്കി ചോക്ലേറ്റും വെല്ലിലെ മിക്സ് ആയിട്ടൊരു ടേസ്റ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒരു യമ്മി ഫീൽ. സാൻജോ എങ്ങനെയുണ്ട്? നല്ല അസല് പുളിയുണ്ട് സ്ട്രോബെറിക്ക്. ചോക്ലേറ്റിന് ടേസ്റ്റ് ഉണ്ട്. സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കൊള്ളാം. വേറെ പറയണ്ടറിയില്ല. ഗൈസ്, രാത്രി ഒരു ഓംലെറ്റ് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, അങ്ങനെ നിഖിലും സാൻജോയും കൂടെ എന്നെ വീട്ടിൽ വിട്ടിട്ട് നിഖില് സാൻജോനെ വീട്ടിൽ വിട്ടിട്ട് നിഖിലിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഗൈസ്. അങ്ങനെ ഈ വീഡിയോ ഇവിടെ എൻ്റെ ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.